നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക്. നമ്മളുടെ പൂണോളിൽ വരുമ്പോഴേക്കും കുറേ പേരിങ്ങനെ ബാപ്റ്റിസം സാരീസ് അല്ലെങ്കിൽ വൈറ്റ് വെഡ്ഡിങ് സാരീസ് അങ്ങനെയൊക്കെ ചേർത്ത് ഒത്തിരി എൻക്വയറി ഉള്ള ഒരു കളക്ഷൻസാണ്. ബാപ്റ്റിസം സാരീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പോകുന്ന തരത്തിലുള്ള കളക്ഷൻസാണ്. അപ്പം വൈറ്റായിട്ട് വേണ്ടവർക്ക്, ഓഫ് വൈറ്റ് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ ഇത് കണ്ടോ, നല്ല നെറ്റിൻ്റെയാണ് ഇത് സാരി വരുന്നത്. ഹാഫ് പേളാണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആ വൈറ്റ് കട്ട് ബീഡ്. അതിലേക്ക് ഇതാ ചെറിയൊരു പേസ്റ്റൽ പിങ്ക് കളറിലേക്ക് സീക്വൻസും കൊടുത്തിട്ട് പല്ലുവിൻ്റെ ഒരു വർക്ക് കണ്ട, ചെറിയ സ്കാലോപ്പാണ്, ഫുൾ ഹാൻഡ് വർക്കാണ്, ബൈ ഹാൻഡ് ചെയ്തെടുത്ത സാരീസാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ വരും. സ്ലീവിൻ്റെ എൻഡിലോട്ടാണ് ഈ വർക്കുകൾ വരുന്നത്. ഇങ്ങനെ നെറ്റ് സാരിയാണ്. അപ്പോൾ കറക്റ്റ് കളറിലേക്ക് നമുക്കിതിൻ്റെ, ശരിക്കും ഇത് നല്ല ഓഫ് വൈറ്റാണ് അല്ലേ, കറക്റ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സാറ്റിൻ്റെ സ്കേർട്ടും ചെയ്യാം. ആ സാറ്റിൻ്റെ മെറ്റീരിയൽ കൊണ്ട് തന്നെ ബ്ലൗസ് പീസും സെറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോഴും പറയുന്ന പോലെ തന്നെ ആ ഒരു കറക്റ്റ് ആ ഒരു തീമിലേക്ക് എത്തണമെങ്കിൽ ആ എക്സാക്റ്റ് കളർ തന്നെ. അത് നമുക്ക് സാറ്റിനൊക്കെ വന്നിട്ടാവുമ്പോഴേക്കും എന്ന് വെച്ചാൽ ആ കറക്റ്റ് കളർ കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും പേസ്റ്റൽ ന്യൂഡ് കളറിൻ്റെയൊക്കെ കളറുകൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ രീതിയിലേക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. അടുത്തത് വരുന്നത് ഓർഗൻസയിൽ വന്നിട്ട് ഫുൾ വിസ്കോസ് ഓർഗൻസയിലാണ്. ത്രെഡ്, ആപ്ലിക് ത്രെഡ് വർക്കുകൾ, ചെറിയ വർക്ക്, സ്കാലപ്പ് വിത്ത് ത്രെഡ് വർക്ക്. നല്ല കളക്ഷനാണ്. 8396 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഇതിലേക്ക് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. നല്ല ഓഫ് വൈറ്റ് ആണ്. ഒള്ളി ത്രെഡ് വർക്കിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടിപൊളി ക്ലാസി ആയിട്ടുള്ള സാരീസാണ്. അടുത്തത് വരുന്നത് ഇതാ ആപ്ലിക് സാരി തന്നെ, ഫുള്ളി ആപ്ലിക്കായിട്ട് ത്രെഡ് വർക്കിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തു. അതോടൊപ്പം പേൾ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇതിലേക്ക് ഫുൾ പേൾ വർക്കാണ്. ചെറിയ ഹാഫ് പേള് ഇതാ ഡീറ്റെയിലിംഗ് കണ്ടോ, ഒരു അടിപൊളി ക്ലാസി ആയിട്ടുള്ള സാരീസാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് പീസൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഒരു ടീനേജ് ആണെങ്കിൽ ഒരു ഓൾട്ടർനെക്കൊക്കെ കൊടുത്തിട്ട് കുറച്ച് സ്ലീവ്ലെസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്ത് സീത്രൂ ആയിട്ട് കൊടുത്ത് അങ്ങനെ ആ ഒരു ബാപ്റ്റിസം വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. നിങ്ങളൊരു ഡ്രസ് കോഡൊക്കെ സെറ്റ് ചെയ്യുമ്പോഴേക്കും ജെൻസിന് അതിൻ്റെ തന്നെ ഒരു നല്ല കുർത്ത പോലെ ചെയ്യാം, അല്ലെങ്കിൽ ഷർട്ട് പോലെ ചെയ്തെടുക്കാം. ലിനൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ അങ്കമാലിലെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് കളറുകൾ, പേസ്റ്റൽ കളറുകളിലേക്കൊക്കെ വന്നിട്ടുള്ളതിൻ്റെയൊക്കെ ഞാൻ വീഡിയോസ് കാണിക്കാം. നമ്മുടെ മെൻസിൻ്റെ സെക്ഷനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്കമാലാണ് നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. സ്യൂട്ടിൻ്റെ ആയാലും ആ ഒരു വെഡ്ഡിങ് തീമിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്ന ഒരുപാട് കളക്ഷൻസാണ് നമ്മളുടെ അങ്കമാലി ഷോപ്പിലുള്ളത്. അപ്പോൾ അതിനൊക്കെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഓരോരോ സാരീസിൻ്റെ കളക്ഷൻസാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഇങ്ങനെ വെച്ചാൽ മതി. അടുത്തൊരു ഡിസൈൻ കണ്ടോ, ഓർഗൻസയിൽ തന്നെ. ഇതിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് സിൽവർ ക്രിസ്റ്റൽ പോലെ ഒരു സ്റ്റോൺ വരുന്നുണ്ട്. അതോടൊപ്പം ഹാഫ് പേളും വരുന്നുണ്ട്. ചെറിയ ഡിസൈനിൽ മാത്രമാണ് വേരിയേഷൻ വരുന്നത്. ഫുള്ളി ആപ്ലിക് സാരീസ്. വീണ്ടും വരുന്നു ഒരു സാരിയും കൂടെ. ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് 8996 ആണ്. വീണ്ടും ഒരു ഐവറി ഷെയ്ഡിലോട്ട് കയറി. ഇതിൻ്റെ കോൺട്രാസ്റ്റ് വരുമ്പോഴേക്കും മൾട്ടി കളറാണ്. ഇതാ 6596 ആണ് ഇതിൻ്റെ പ്രൈസ്. പല്ലു ഇങ്ങനെ പോകുന്നു. ഓൾ ഓവർ ഈ 9.5 മീറ്ററിലേക്ക് ഇതുപോലെ മൾട്ടി കളർ, പേസ്റ്റൽ മൾട്ടി കളർ ത്രെഡ് വർക്ക്, ലാവൻഡർ, ഒരു ബേബി ലാവൻഡർ, ബേബി പീച്ച്, ആ ഒരു കളർ ടോണാണ്. പേസ്റ്റലാണ് ശരിക്കും. ആ ഒരു കുറേ കളക്ഷൻസ് ഇപ്പോൾ വന്നിരിക്കുന്നതാണ് ഇതൊക്കെ പേസ്റ്റൽ. അടുത്ത ഒരു സാരി വരുന്നത് പ്യുവർ ഓർഗൻസയിലേക്ക് ഫുൾ ആപ്ലിക് വർക്ക് വന്നിട്ട് പേളിൻ്റെ ഹൈലൈറ്റാണ്. പേളും ആ ഒരു സിൽവർ സ്റ്റോണും കൂടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. നല്ല എടുത്ത് കാണിക്കുന്ന തരത്തിൽ ഒരു ഐവറിയാണിത്. പ്രൈസ് റേഞ്ച് 8296. ബ്ലൗസ് പീസ് വരുമ്പോഴേക്കും ബോഡി പാർട്ടൊക്കെ ഇതാ ഇങ്ങനെ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. സെയിം മാച്ചിങ് തന്നെ. ആ ഒരു വിസിബിൾ ആവുന്നിടത്താണ് ഇത്ര തിക്കായിട്ട് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ വരും. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. സ്ലീവിൻ്റെ എൻഡിലോട്ട് മാത്രമായിട്ട് ഇങ്ങനെ താഴോട്ട് ഈ ഒരു വർക്കും വരുന്നു.
ഇതാണ് ബ്ലൗസ് വരുന്നത്. ഫ്രണ്ടും ബാക്കും അങ്ങനെ നമ്മളുടെ ഐഡിയയിലനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.